സർ, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് ഇപ്പൊ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസിൽ സർക്കാർ അജിത് കുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനും സർക്കാരിനുമെതിരെ ഏറെ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണത്. ഇതിന്റെ ഒരു നിയമവശം എന്താണ്? ADGPക്കെതിരെ നടപടി ഉണ്ടാവുമോ? അദ്ദേഹത്തിന്റെ നിയമപരമായിട്ട് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അതൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തിനെതിരെ ആധികാരികമായി നമുക്ക് പറയാനൊക്കില്ല. നമുക്ക് മീഡിയയിൽ കണ്ട കാര്യങ്ങളെ പറയാനൊക്കുള്ളൂ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനകത്ത് ADGP MR അജിത് കുമാർ ഒരുപാട് ഇന്റർഫിയർ ചെയ്തുവെന്നും ഈ പരാതി അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ വിളിച്ച് കേസ് അടക്കം അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ ആയിട്ട് അത് ഈ പ്രതികൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ചീഫ് മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ഡീറ്റെയിലുണ്ടായിരുന്നു. ഈ ക്രൈം ചെയ്ത പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തതായിട്ട് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അതെ. അപ്പൊ അത് ഒരു വശം. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്താലും നമ്മൾ ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ അത് അദ്ദേഹത്തിനോട് അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സ് പറഞ്ഞു, SITയോട് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ADGP MR അജിത് കുമാർ ഞങ്ങളെ വിളിച്ചിട്ട് സമ്മർദ്ദം ചെലുത്തിയാണ് ഇതൊക്കെ ചെയ്യിച്ചെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും MR അജിത് കുമാറിനെതിരെ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് നടപടിക്ക് സ്കോപ്പ് ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാം, അന്നത്തെ DGP അടക്കം, അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന MR അജിത് കുമാർ അടക്കം കേരളത്തിലുള്ള എല്ലാവരും കണ്ടതാണ് മൃഗീയമായിട്ട് ഈ ചീഫ് മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ഡീറ്റെയിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥര് ആ ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കും. ജയിലിൽ പോകേണ്ട ക്രൈം അപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ട ക്രൈം പോലീസ് ഓഫീസേഴ്സ് ആരും അതിന് നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, അന്നത്തെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വന്നതാണ്. അദ്ദേഹം അപ്പോൾ അതോടുകൂടി ആ ക്രൈമിൽ ഒരു അബദ്ധറായി മാറി അദ്ദേഹത്തിന്റെ കൂടെ ആ കേസിൽ പ്രതി ചേർക്കേണ്ടതാണ്. കാരണം ഒഫീഷ്യൽ പേട്രണേജ് അതിന് വന്നു കഴിഞ്ഞു. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നട്ടലുള്ള DGPയോ നട്ടലുള്ള ഒരു ADGP ലോ ആൻഡ് ഓർഡറോ ആണെങ്കിൽ അങ്ങനെ അല്ല എന്ന് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു. കാരണം വിഷ്വൽ എവിഡൻസ് വളരെയധികം ഉണ്ട്, അതവർ ചെയ്തിട്ടില്ല. പക്ഷേ തിരിച്ച് ADGP അജിത് കുമാറിനെതിരെ SIT കൊടുത്ത റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് ഈ വിഷയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ പറയുന്ന വാക്ക് മാത്രമേ ഉള്ളൂ, അതായത് അക്യൂസ്ഡ് ആണ്. എന്തിനാണ് അക്യൂസ്ഡ്? അവര് കോസിംഗ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ഓഫ് ഒഫൻസ് ഓർ ഗിവിംഗ് ഫോൾസ് ഇൻഫർമേഷൻ ടു സ്ക്രീൻ ഒഫൻഡർ, BNS section 238. Intentional of omission to give information of offense by person bound to inform, BNS 239. Giving false information respecting an offense committed, BNS 240. 199, public servant disobeying direction under law. 199B, whoever knowingly disobeys to the prejudice of any person, any other direction of law regulating the manner in which he shall conduct such investigation. അപ്പോൾ ഇതെല്ലാം പണിഷബിൾ ഒഫൻസസ് ആണ്. ഇത് കമ്മിറ്റ് ചെയ്ത ഒരു SITയിലെ ഉദ്യോഗസ്ഥൻ പറയുകയാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുകയാണ്, ഞങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ക്രൈം കമ്മിറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ അവർ ഈ ക്രൈമിൽ അവരുടെ കോംപ്ലക്സിറ്റി ക്ലിയർ ആണ്, അവരുടെ ഇൻവോൾവ്മെന്റ് അവർ സമ്മതിച്ചു. പിന്നെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണെന്നുള്ളത് ഈ കുറ്റവാളികളുടെ വാക്ക് മാത്രമേ. അവിടെ ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് വല്ലതും ഉണ്ടോ? ഈ മേലുദ്യോഗസ്ഥൻ പറഞ്ഞത്, മേലുദ്യോഗസ്ഥൻ അവരെ സമൻ ചെയ്തു, ഡിസ്കസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. പ്രൂഫ് ഉണ്ടോ? വല്ല കോൾ റെക്കോർഡിങ്സോ, വാട്സപ്പ് മെസ്സേജസോ, ടെക്സ്റ്റ് മെസ്സേജസോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്യുമെന്ററി എവിഡൻസുകളോ, അല്ലെങ്കിൽ
ഒരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസോ ഉണ്ടോ? വിറ്റ്നസ് ഇല്ലാതെ എങ്ങനെ ഈ ADGP MR അജിത് കുമാറിനെ ഈ ക്രൈമിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യും? ADGP MR അജിത് കുമാറിനെ സർക്കാർ സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയാൽ ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്യും. ഈ കാരണം പറഞ്ഞ് സസ്പെൻഡ് ചെയ്താൽ, കാരണം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെ ശിക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ പറയും. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു കാടത്തരം നടന്നിട്ടുള്ളപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം നിലപാടെടുത്തെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടുമടക്കുകയാണ്. അന്നത്തെ ADGP അടക്കം ഇതിൽ ഗിൽറ്റുണ്ട്. അവരെന്തിനിത് സമ്മതിച്ചു? മൗന സമ്മതമാണ്. ഈ പോലീസ് കാണിക്കുന്ന അട്രോസിറ്റീസിന് മുഴുവനും സുപ്പീരിയർ ഓഫീസേഴ്സ് വിക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്. അവരുടെ മൗന സമ്മതമാണ്, അവരുടെ പേട്രണേജാണ്, കവറപ്പാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പൊ ഏതൊക്കെ സെക്ഷൻ ഓഫ് ലോ ഉണ്ട് അതെല്ലാം വെച്ച് ഇവർക്ക് എല്ലാവർക്കും എതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹം കേസ് ഡയറി ഓൾട്ടർ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് തെളിവ് വേണം. അത് കോടതിയിൽ ചെല്ലുമ്പോൾ തെളിവാണ്. അല്ലാതെ ഒരു കുറ്റം ചെയ്ത ആള് പറയാണ് മറ്റേ ആൾ പറഞ്ഞിട്ട് ചെയ്തു എന്ന് പറയുന്നത്. മറ്റേ ഈ തല്ലിയ ഉദ്യോഗസ്ഥര് പൊട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് SITയുടെ മുമ്പ്. എന്തിനു പൊട്ടിക്കഴിഞ്ഞത്? ഇത്രയും ക്രൂരത ചെയ്ത് മേലുദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞ് പൊട്ടിക്കഴിയണം. ഒരു സിമ്പതി അവർ ഡിസേർവ് ചെയ്യുന്നില്ല. മേലുദ്യോഗസ്ഥൻ ബലാത്സംഗം ചെയ്യാനോ കൊലപാതകം ചെയ്യാനോ പറഞ്ഞാൽ ഇത് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ സർവീസ് ഇരിക്കാൻ അവർ അർഹരല്ല. അവരുടെ പ്ലേസ് ജയിലിലാണ്. ഒരു ക്രൈമാണ് എന്ന് ബോധ്യമായിട്ട് ഒരു അൺലോഫുൾ ഡയറക്ഷൻ കേരള പോലീസ് ആക്ട് അനുസരിച്ചും പോലീസുകാർ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല സാർ എന്ന് പറയുന്നത്. സാറ് നേരിട്ടങ്ങ് ചെയ്തോണം, ഞാൻ അത് സാറിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. സാർ അത് ചെയ്തു. അതാണ് ഒരു പോലീസ് ഓഫീസർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ലീഗലായിട്ട് ഞാൻ വലിയ സ്കോപ്പൊന്നും ശ്രീ MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ഞാൻ കാണുന്നില്ല. ഓക്കെ സാർ, ഇത്തരത്തിൽ പക്ഷെ SITയുടെ പുതിയ അന്വേഷണ റിപ്പോർട്ടിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഈ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിൽ പറഞ്ഞതെന്ന്. അപ്പൊ അതിന് യാതൊരു അവിടുത്തെ CCTV വിഷ്വൽസോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കാൻ പോയിട്ടുള്ള കാര്യമാണോ? എന്ത് പോസിബിലിറ്റി ഉണ്ട്? ആ ഉദ്യോഗസ്ഥൻ ADGP അജിത് കുമാറിന്റെ ഓഫീസിൽ പോയതിനുള്ള റെക്കോർഡ്സ് ആണ്. കാരണം ADGP ലോ ആൻഡ് ഓർഡറിന്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ CCTV വിഷ്വൽസ് ഉണ്ട്. ഉൾപ്പെടുത്ത ആളുകൾ ചെന്നാൽ അവിടെ ഗസ്റ്റ് ബുക്കിൽ അവിടെ പേരും ഒക്കെ എഴുതി ഒപ്പിട്ട് വയ്ക്കും. ഇവര് വന്നാലും മിക്കവാറും ഇവരെ കൊണ്ട് ഒപ്പിടിച്ചില്ലെങ്കിലും അവർ വന്നതും ടൈം ഇൻ ടൈം ഔട്ടൊക്കെ റെക്കോർഡ് ചെയ്യും. അപ്പം അവരവിടെ വന്നതും അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്തതും ഒക്കെ റെക്കോർഡുണ്ട്. എന്ന് പറഞ്ഞ് ഞാൻ ഐശ്വര്യ കാണാൻ വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഐശ്വര്യ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവ് വേറെ ആരെങ്കിലും തരാൻ നോക്കും? ഒരു അതായത് കുറ്റവാളി പറയുകയാണ്, കുറ്റവാളിയാണ് ഈ SITക്ക് മൊഴി കൊടുത്തിരിക്കുന്നത്. കേസ് ഡയറി ഞാൻ തിരുത്തി എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കുറ്റവാളിയായി ആ നിമിഷം. ഞാൻ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച സെക്ഷൻസ് അനുസരിച്ച് ഞാനൊരു ക്രൈമിന് കുറ്റവാളിയായി. ഞാനാണ് പറയുന്നത് ഞാൻ ചെയ്തത് എൻ്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൊന്നതിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടാണെന്ന് അവരൊരു ഫോൺ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഈ പാവം മന്ത്രിമാര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അത് സഫീഷ്യന്റ് എവിഡൻസ് അല്ല. അതിന് സഫീഷ്യന്റ് പ്രൂഫ് ഇല്ല. മറിച്ച് വേറെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കുറ്റവാളികളല്ലാത്ത വേറെ ഒരു കുറ്റവാളികൾ ഒന്നിൽ കൂടുതൽ കാണും ഇൻവെസ്റ്റിഗേഷൻ ടീം അന്നൊക്കെ. അപ്പൊ വേറെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പ്രസന്റ് ആയിരുന്നു. ഇപ്പോൾ ADGPയുടെ ഓഫീസിലുള്ള വേറെ ആളുകളുണ്ട് ഉദ്യോഗസ്ഥൻ. അവരാരെങ്കിലും പ്രസന്റ് ആണ്, അവര് പറയുകയാണ് ഞാൻ കേട്ടു ADGP ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കണേന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ആയി ഇദ്ദേഹത്തിനെ പൂട്ടാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു കോടതിക്കും ശ്രീ MR അജിത് കുമാറിനെതിരെ ഒരു ആക്ഷനും ശരിവെക്കാൻ പറ്റും. ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് വി ഹാവ് ടു ബി ഗിവൺ ടു.
ഇത്തരത്തിലൊരു റിപ്പോർട്ട് കീഴുദ്യോഗസ്ഥർ കൊടുക്കുമ്പോൾ മുകളിലേക്ക് ഇപ്പൊ ADGP ആണെങ്കിലും അതിനപ്പുറത്തേക്ക് DGP ആണെങ്കിലും ഒരുപാട് പേര് വെരിഫൈ ചെയ്തിട്ടല്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തില് കംപ്ലീറ്റ്ലി വിഷ്വൽസ് അടക്കമുള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മുകളിലേക്ക് പോയ ഒരു തലങ്ങളിലും ഇത് അന്വേഷണം വന്നില്ലേ? അപ്പോ അവർക്ക് ആർക്കും സംശയം തോന്നിയില്ലേ? അത് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം അന്നത്തെ DGPയും MR അജിത് കുമാറും അടക്കമുള്ള ആളുകൾ, മറ്റ് സീനിയർ ഉദ്യോഗസ്ഥർ, ഇവർ രണ്ടുപേരും മാത്രമല്ല, മറ്റ് സീനിയർ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകളൊന്നും അറിയാതെയല്ല ഇത് തേച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത് പോലീസുകാർ സ്ഥിരം തേച്ച് മാറ്റി കളയുകയാണ്. തൃശ്ശൂർ പൂരത്തിന്, അന്ന് പ്രശ്നം ഉണ്ടാക്കിയ പൂരത്തിന് അന്നത്തെ കമ്മീഷണർ ഈ ആനയ്ക്കൊക്കെ സാധനങ്ങൾ കഴിക്കാനായിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന ആളുകളുടെ അടുത്ത് എടുത്തോണ്ട് പോണേ എന്ന് പറയുന്ന വീഡിയോസ് ഇപ്പോഴും ഉണ്ട്. അതിന് ഞാൻ പരാതി കൊടുത്തിരുന്നു. കാരണം കേരള പോലീസ് ആക്ട് സെക്ഷൻ 29(5) അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാന്യമായി സംസാരിക്കണം. എടാന്ന് വിളിക്കാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ നാട്ടിലെ പ്രജകളെ എടാന്നും പോടാന്നും വിളിക്കാൻ അധികാരമില്ല. കേരള ഹൈക്കോടതിയും അത് അനിൽ JS എന്ന് പറയുന്ന കേസിൽ, സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള പോലീസ് ആക്ട് അനുസരിച്ച് അതൊരു പണിഷബിൾ ഒഫൻസാണ്. ഞാൻ അതിന് പരാതി കൊടുത്തു. ആ പരാതിക്ക് എൻക്വയറി നടത്തി. ആ എൻക്വയറി ചെയ്ത ഓഫീസർ CI റാങ്കിലുള്ള ADGP അജിത് കുമാറിന്റെ ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതിന്റെ എൻക്വയറി. എനിക്ക് സുഖമില്ലായിരുന്നിട്ടും എനിക്കൊന്ന് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അവരുടെ ഓഫീസിൽ ചെന്ന് ഞാൻ മൊഴി കൊടുത്തു. എൻ്റെ മൊഴി റെക്കോർഡ് ചെയ്തിട്ട് ഇദ്ദേഹം എന്നെ ADGPയുടെ അടുത്ത് കൊണ്ടുചെന്നു. ശ്രീ അജിത് കുമാർ അത് വായിച്ചു നോക്കിയിട്ട് ഇതൊക്കെ താങ്കളെല്ലാം പറഞ്ഞത് എല്ലാം താങ്കൾ ഉത്തമ ബോധ്യത്തിൽ പറഞ്ഞതാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം, നിങ്ങളുടെ സംഘടന എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്, നിങ്ങളുടെ സംഘടനയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, എയിംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയുടെ പ്രൈമറി എയിമെന്ന് പറയുന്നത് ടു ഫൈറ്റ് ആൻഡ് റെസിസ്റ്റ് പോലീസ് അട്രോസിറ്റീസ് ആണ്. ആ ADGP അജിത് കുമാർ ഇതൊക്കെ വാങ്ങിച്ച് എല്ലാം ചെയ്യാന്ന് പറഞ്ഞ് അതിന്റെ വിഷ്വൽ എവിഡൻസ് ഉണ്ട്. അത് മുക്കി. ഒരു ആക്ഷനും അന്നത്തെ തൃശ്ശൂർ കമ്മീഷണർക്കെതിരെ എടുത്തില്ല. ഒരു ഇന്ത്യൻ പൗരനെ എടുത്തോണ്ട് പോണേ എന്ന് വിളിക്കുന്നേ. അത് നമ്മുടെ ജനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. ജനങ്ങളുടെ വിചാരം ഇവരൊക്കെ ഏമാന്മാരാണെന്നും ഇവർക്ക് നമ്മളെ എണാപോടാന്ന് വിളിക്കാൻ എന്തോന്നോ ഒരു നിയമപരമായിട്ടുള്ള അധികാരമുണ്ടെന്നും. അപ്പൊ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇവർ ജനങ്ങളുടെ ശമ്പളക്കാരാണ്. ജനങ്ങളോട് മാന്യമായി ഇത് പെരുമാറാനായിട്ട് നിയമം അനുശാസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ADGP അജിത് കുമാർ സംശുദ്ധനാണെന്നോ ഒരു ധാരണയൊന്നും എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിനെ മാത്രമായിട്ട് ക്രൂശിക്കുന്നത് ശരിയല്ല ഈ കേസിൽ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്ക് ഊഹിക്കാവുന്നതാണ് ട്രമെൻഡസ് പൊളിറ്റിക്കൽ പ്രഷർ ഫ്രം ദ ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് ഈ കേസിലുണ്ട്. ചീഫ് മിനിസ്റ്ററുടെ ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. അദ്ദേഹം ഈ വിഷ്വൽസ് കണ്ടിട്ട് പറയുന്നത് എന്റെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇതിനായിട്ട് വേണ്ടി ചെയ്യേണ്ടി വന്ന കാര്യമാണെന്ന് അദ്ദേഹം അതിനാണ് ജസ്റ്റിഫൈ ചെയ്തു. അദ്ദേഹത്തിന് ഈ ഗവൺമെന്റിന് ഒരു ഇതുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രതിയാക്കണം. ആ കേസ് കൂട്ടുപ്രതിയാക്കണം പിണറായി വിജയന്. അത് ആ ചെറുപ്പക്കാരുടെ തല അടിച്ച് പൊട്ടിച്ചതിന്റെ ക്രൈമിൽ പിണറായി വിജയൻ അബദ്ധമാണ്. അത് ഒരു കാര്യം. രണ്ട്, ഇദ്ദേഹം ഇത് ചെയ്യിച്ചു എന്ന് പറയുന്ന SIT ഏത് SIT റിപ്പോർട്ട് കൊടുത്ത പ്രൂഫ് വേണം. എന്നോട് ഐശ്വര്യ പറയുകയാണ് ഐശ്വര്യ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യും. അത് വേറെ ഒരാൾ പറഞ്ഞിട്ടാണ് ഐശ്വര്യ കമ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റേ ആളെ ശിക്ഷിക്കാനായിട്ടുള്ള എവിഡൻസ് ആയില്ല. കാരണം ക്രൈം ചെയ്തയാൾ ഐശ്വര്യ. ഇവിടെ കേസ് ഡയറി ഓൾട്ടർ ചെയ്തത് ഈ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ക്രൈം ചെയ്തയാൾ പറയുമ്പോൾ അതിനൊരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ഉണ്ടെങ്കിൽ ശ്രീ MR അജിത് കുമാറിനെതിരെ ആ കാര്യത്തിൽ നടപടിക്ക് സ്കോപ്പ് ഉള്ളൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം ക്യാച്ചിൽ പോയാൽ ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്ത് കിട്ടും. ഗവൺമെന്റ് ചെയ്യാനുള്ളത് കർക്കശമായിട്ട് ഈ കേസ് ഡയറി തിരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം ഈ ക്രിമിനൽ സെക്ഷൻസ് ചാർജ് ചെയ്ത് BNS ആക്ട് എല്ലാ സെക്ഷൻസ് ചാർജ് ചെയ്ത് അവർക്കെതിരെ കേസും എടുക്കണം. അവരെയും മറ്റേ തല്ലിച്ചതച്ച ഉദ്യോഗസ്ഥരെയും ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി വെച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടാം. അങ്ങനെ ചെയ്താൽ പിന്നെ എത്ര മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞാലും കീഴുദ്യോഗസ്ഥർ കേൾക്കില്ല. തീർച്ചയായിട്ടും സാർ, മനസ്സിലായി. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.